everyone, welcome back. It's me Sahla. ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഫോം ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ഫോം ഷീറ്റാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇതാണ് ഫോം ഷീറ്റ്. ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. പ്ലെയിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ റൗണ്ട് ഷേപ്പ് വരയ്ക്കാൻ പല സൈസിലുള്ള ബോട്ടിൽസിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പസ് യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പേന യൂസ് ചെയ്തിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. ഇതിൽ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്യാപ്പ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ ഈ ക്യാപ്പിൻ്റെ അടയാളം റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അതിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചത്. ഞാനിപ്പോൾ 5 പെറ്റൽസാണ് ഈ ഫ്ലവറിൽ വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ 5 റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് സൈസിലുള്ളത്. നിങ്ങൾക്ക് പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ 6 or 7 ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഇനി ഓരോ റൗണ്ട് ഷേപ്പും ഇതുപോലെ ആക്കി എടുക്കണം. ഒരു റൗണ്ട് ഷേപ്പ് എടുത്ത് നമുക്ക് ഒരു സൈഡിലേക്ക് ഇതൊന്ന് ഹാഫായിട്ട് മടക്കാം. അതിനുശേഷം മറ്റേ സൈഡിലേക്കും ഹാഫായിട്ട് മടക്കാം. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ ഒരു അടയാളം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അടയാളം നോക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇതാ ഇവിടെയാണ്. സെൻറ്റർ വരെ കട്ട് ചെയ്യരുത്, അതിന് മുമ്പായിട്ട് കട്ട് ചെയ്യുന്നത് നിർത്തണം. ഇങ്ങനെ ഈ ലൈനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 4 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെൻറ്ററിൽ വീണ്ടും കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എത്ര പെറ്റൽസ് വേണോ അത്രയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കണം. ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും സെൻറ്റർ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പെറ്റൽസും സെയിം സൈസിലുള്ളതിന് കിട്ടും. കുറച്ചും കൂടി ഈസി ആണല്ലോ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് എത്തരുത് എന്നുള്ളത് മാത്രമാണ്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പെറ്റൽസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ പെറ്റലിൻ്റെയും 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് കട്ട് ചെയ്യാം. ഇനി ഈ സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടല്ലോ, എഡ്ജൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഷേപ്പെല്ലാം ഒന്നുകൂടി ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു അയൺ ബോക്സ് ചൂടാക്കി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ചൂടാകുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ പേപ്പർ പെട്ടെന്ന് തന്നെ പീൽ ഓഫ് ചെയ്യാൻ കിട്ടും. ഇതിങ്ങനെ ഒരു സ്പോഞ്ചിലേക്കോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണി മടക്കി അതിലേക്കോ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടിതാ ഇങ്ങനെ ഒരു പെന്ന് കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും കൊണ്ട് 2 റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാൻവാസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെൽറ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണി യൂസ് ചെയ്താലും മതി. ഇതുപോലെ 2 റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇനി ഓരോ പെറ്റൽസും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം വലുതെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. സെൻറ്ററിൽ ഗമ്മാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത പെറ്റലും വെക്കുക. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പെറ്റലും ഒട്ടിക്കണം. നമ്മളിതിൽ അവസാനം വെക്കുന്ന ഈ ചെറിയ പെറ്റലുണ്ടല്ലോ, അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു മൊട്ട് പോലെ കിട്ടും. ഇതാ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്ലവർ നമുക്ക് ഒരു ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതാ ഇതുപോലുള്ള ഒരു ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വേണമെങ്കിൽ അങ്ങനത്തതും എടുക്കാം. ഇതിലേക്ക് ആദ്യം ഒരു ലേസ് ചുറ്റി കൊടുക്കണം. ഞാൻ ബ്ലാക്ക് കളറിലുള്ള ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറിൻ്റെ അതേ കളറിലുള്ളതുണ്ടെങ്കിൽ അത് എടുക്കാം. ഞാൻ ഈ ലേസിൻ്റെ അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഗമ്മ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഈ ഫസ്റ്റിലുള്ള ഈ അറ്റം ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം.
ഇതിവിടെ കുറച്ചൊരു ഷാർപ്പായിട്ടുള്ളൊരു ഭാഗമായിരിക്കും. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബാൻഡിൽ മുഴുവനായിട്ട് ഈ ലേസ് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. നല്ല പോലെ വലിച്ച് ചുറ്റി കൊടുക്കണേ. എന്നിട്ടിത് ലാസ്റ്റ് ഈ അറ്റത്ത് വരുമ്പോഴും നന്നായിട്ടൊന്ന് ഒട്ടിച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു റൗണ്ട് പീസും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്തിട്ട് അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഹെയർ ബാൻഡിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയാണോ ഫ്ലവർ വെക്കേണ്ടത് ആ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഹെയർ ബാൻഡിൻ്റെ താഴെയാണ് ഈ വെക്കുന്നത്. എന്നിട്ട് ഫ്ലവർ എടുത്തിട്ട് മുകളിലും വെക്കുക. നമ്മൾ ഇങ്ങനെ വെച്ച് ഈ ഫ്ലവർ ഒട്ടിക്കുകയാണെങ്കിൽ ഫ്ലവർ ഒരിക്കലും ഇവിടുന്ന് വിട്ടുപോരില്ല. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ. നല്ല ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.